ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമല്ലേ? അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഓർത്തിരിക്കുന്ന വേറെ ഒന്നല്ല, നമ്മൾ അർജുൻ്റെ കേസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ പറയുന്നുണ്ട് ന്യൂസും കാര്യങ്ങളൊക്കെ തുറന്നൊക്കെ ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് കുറേ ആൾക്കാർ എന്ത് ചെയ്തിരിക്കണം ന്യൂസ് എന്നൊക്കെ. ഇപ്പോൾ ഞാനടക്കം എൻ്റെ അവസ്ഥ പറയാമല്ലോ, നമ്മൾ രാവിലെ ചിലർ എൻ്റെ ഒപ്പൊക്കെ രാവിലെ തുടങ്ങി പത്രമൊക്കെ വായിക്കും, അതുപോലെ നമുക്കതൊന്നുമില്ല. അപ്പോൾ ചില കുറേ ആൾക്കാർ അറിയത്തിലുണ്ട്, നമ്മളെ ആൾക്കാർ അറിഞ്ഞിട്ട് എല്ലാവരും പ്രാർത്ഥനയിൽ എന്തായാലും സ്വീകരിക്കണം അല്ലേ? സ്വീകരിക്കുന്നതല്ല, നമ്മളെല്ലാവരും പ്രാർത്ഥനയിൽ അവരെ ഉൾപ്പെടുത്തണം. അപ്പോൾ എന്തായാലും അർജുൻ്റെ ഇപ്പോൾ അതൊക്കെ ലോറിട്ടൊക്കെ കണ്ടെത്തി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ചില ന്യൂസിൽ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് ചില ന്യൂസിൽ കണ്ടു, പക്ഷെ അതിൽ കാണാനില്ല. ചിലത് അതിൻ്റെ ചെറിയ ലോറിയുടെ ചില എന്താണ് ചെറിയ കമ്മിയും കഷ്ണം എന്തൊക്കെ കിട്ടിയെന്നും പറയുന്നുണ്ട്, നമുക്കറിയില്ല. ന്യൂസ് ഇതാക്കി. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ വലിയൊരു വ്ളോഗും വീഡിയോസും കാര്യങ്ങളായിട്ട് വന്നല്ല കേട്ടോ. നമ്മളറിയുന്ന ആൾക്കാർ നമ്മളെ പ്രാർത്ഥന കേട്ടിട്ട് പലരും കിട്ടുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും കൊച്ചു കുട്ടി, അതുപോലെ തന്നെ കൊച്ചു കുടുംബം, അച്ഛൻ, അമ്മ, അതിൻ്റെ ഭാര്യ ഒക്കെ അതിന് വേണ്ടി കാത്തിരിക്കണം അർജുൻ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് 2-3 ദിവസം ഫുഡ് കഴിക്കാതെ നമ്മളെ വിശപ്പും കാര്യങ്ങളൊക്കെ എന്താ കാര്യത്തുള്ളൂ, വെള്ളം കിട്ടാത്ത അവസ്ഥ എന്താ കാര്യം. അങ്ങനെ എന്താ 3 ദിവസം 4 ദിവസത്തോളം ഇപ്പം ഇന്നൊക്കെ 9 ദിവസമായിട്ടോ. ഇന്നൊക്കെ 9 ദിവസമായി. പക്ഷെ 1-2 ദിവസം എന്ത് ചെയ്തിക്കണു, ഇത് കിട്ടിയില്ല. പക്ഷേ 3 ദിവസം നമ്മളെ മണ്ണിൻ്റെ അടിയിലായിട്ട് 2-3 ദിവസത്തിന് മുന്നേ കോളും കാര്യങ്ങളൊക്കെ പോയിരുന്നു പറയുന്നുണ്ട്. അറിയില്ല, എന്തായാലും നമുക്ക് അതിനെ കുറിച്ച് വല്ല നമുക്ക് കുറേ ന്യൂസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ സത്യം പറഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് അറിയുന്നത്. അങ്ങനെ ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. എന്തായാലും നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ സങ്കടം കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ലോറിയും കാര്യങ്ങളൊക്കെ കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കർണാടക പോലീസുകാർ ഫസ്റ്റ് മലയാളികളെ വിട്ടില്ല, ഒരു ശത്രുക്കളെ പോലെയായിരുന്നു. എന്തിനാ കുറച്ച് ശത്രു കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ടുണ്ടായിരുന്നു നമ്മളെ മലയാളികൾ, എന്നിട്ട് കടത്തി വിട്ടിട്ടുണ്ടാകുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അപ്പോൾ എന്തായാലും ഇപ്പോൾ കടത്തി വിട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്തായാലും നമ്മൾ ദ്വാരക്കുമ്പോൾ അർജുനന് വേണ്ടി ഇതാക്കുക. അപ്പോൾ ഇന്നത്തെ അവസ്ഥ എന്നൊക്കെ 9 ദിവസമായിട്ടോ. അപ്പോൾ ഇന്നത്തെ ന്യൂസ് നമ്മൾ ലൈവ് ന്യൂസാണ് കാണുന്നത്, മൊത്തം ഫുൾ ഇപ്പോൾ ലൈവ് ന്യൂസാണ് കാണുന്നത്. ആ ലൈവ് ന്യൂസിലൊക്കെ പറയണത് എന്തിരിക്കണു, ലോറി കിട്ടിയെന്നും പറയണ്ടില്ല എന്നും പറയുന്നത്. എന്താ അവസ്ഥ എന്നറിയില്ല. അപ്പോൾ നിങ്ങൾ ഫുള്ള് ഇതാ ചെയ്തിരിക്കുന്നത് 15 മീറ്റർ ആഴത്തിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ തീരുമാനം എടുക്കേണ്ടത് ഇന്നലെ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മണ്ണിന്റെ അടിയിലാണോ അത് പുഴ വള്ളത്തിലാണോ എന്നൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നോക്കിയപ്പോൾ എന്തായാലും കുറച്ച് സീരിയസ്. അതുപോലെ തന്നെ എന്താ മരണപ്പെട്ട വെള്ളം കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. എത്ര കറക്റ്റ് അതിൻ്റെ പോയിട്ട് ഒന്നും അറിയില്ല. അപ്പോൾ ഫുള്ള് ഇപ്പോഴും സെർച്ച് ചെയ്തും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും ദുആയിൽ അവരെ സ്വീകരിക്കുക. ആ കൊച്ചു കുട്ടി ഇപ്പോഴും ആഗ്രഹിക്കുക എൻ്റെ അച്ഛനൊന്ന് കണ്ടാലോ, അല്ലെങ്കിൽ ആ കൊച്ചു കുട്ടീൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായി. ന്യൂസും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഭാര്യ, എൻ്റെ ഹസ്ബൻഡിനെ ഒന്നും കൂടി കാണാൻ പറ്റിയാലോ, ആ പൊന്നു ഉമ്മ. അതുപോലെ തന്നെ അതിൻ്റെ അച്ഛൻ, അങ്ങനെ കസിൻസ്, ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ദൈവത്തിനോടുള്ള പ്രാർത്ഥനയാണ്. നമ്മൾ നിസ്കാരത്തിൻ്റെ ഇടയിൽ നമ്മുടെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിലും നമ്മൾ പള്ളിയിൽ പോയിട്ട് ഇതാക്കുകയാണെങ്കിലും ആ പ്രാർത്ഥനയിൽ അവരെയും സ്വീകരിക്കുന്നതാണ് ഇതാണ് ഇപ്പോഴത്തെ രക്ഷത പോലെ അല്ലേ? ന്യൂസിനെ കണ്ടോണ്ടിരിക്കുക കേട്ടോ. ആയിട്ട് പൊക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് അത്രയും വലിയ ക്രെയിനും പിന്നെ അതുപോലെ തന്നെ ഡൽഹിയിൽ നിന്നൊക്കെ ഒരുപാട് ഐറ്റംസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് രാവിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇന്നൊക്കെ 9 ദിവസമായി. അപ്പോൾ ഇനി എന്തായാലും ഇന്ന് കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ എന്തായാലും അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്തായാലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതാ നമ്മുടെ ഡൽഹിയിൽ നിന്ന് വന്ന ഓഫീസറും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് പട്ടാൾക്കാരൊക്കെ ഇതിൽ ഏർപ്പെട്ട് കൊന്നിട്ടൊക്കെ കേട്ടത്. അപ്പോൾ അവർക്ക് വന്നിട്ട് അവരെ ഇതുകൊണ്ട് എന്തുകൊണ്ട് സിഗ്നൽ അവിടെ കിട്ടുന്നുണ്ടെന്നൊക്കെ കുറേ നോക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല മഴയാണ് അവിടെ. ഒന്ന് കുഴിച്ച് നോക്കുമ്പോൾ പിന്നെ മഴ ചെയ്തിട്ട് പിന്നെയും വെള്ളം കൂടുതൽ കുറേ വെള്ളം മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ബോട്ടിങ് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഇറങ്ങി ഇപ്പോഴും നോക്കുന്നുണ്ട് കേട്ടോ. വള്ളത്തിലാണെന്ന് ഇതുവരെയും പ്രതീക്ഷിച്ചിരുന്നത്, പക്ഷെ ഇപ്പോൾ വള്ളത്തിലാണെന്നാണ് പറഞ്ഞ് കേട്ടിരുന്നു. ഇപ്പോൾ എന്ത് ചെയ്തുക്കണു, ഇതിലാണെന്നാണ് പറഞ്ഞത്, മണ്ണിൻ്റെ ഇടയിൽ പെട്ടുകൊന്നാണ് പറഞ്ഞത്. എന്തായാലും അത്രയും വലിയൊരു ലോറി അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തായാലും അർജുൻ്റെ അവസ്ഥ എന്താ കാര്യം. അപ്പോൾ എന്തായാലും അത് പെട്ടെന്ന് കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥന. അപ്പോൾ പ്രാർത്ഥനയുടെ ഇടയിൽ ഇപ്പോൾ നമ്മൾ എന്തായാലും നിസ്കാരത്തിന് കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ ഇടയിൽ അവരെ ജീവൻ കിട്ടാനും അതുപോലെ തന്നെ അവരെ ഇത് കിട്ടാൻ വേണ്ടിയിട്ടും എന്തായാലും നമുക്ക് അർജുനക്ക് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമയോട് കൂടിയിട്ട് ഒന്നാവാം. എന്തായാലും ഇൻഷാ അല്ലാഹ് ഉള്ളൂ. അപ്പോൾ എന്തായാലും അവസ്ഥ 9 ദിവസം ഫുഡും ഇല്ല, ഒന്നുമില്ല. അതെങ്ങനെ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടായിക്കുന്നൊന്നും നമുക്കൊന്നും അറിയില്ല. അപ്പോൾ എല്ലാവരും നമ്മൾ കേരളം മൊത്തം എന്നല്ല, ഒരുപാട് മന്ത്രിമാർ, മുഖ്യമന്ത്രി, അതുപോലെ തന്നെ പ്രധാനമന്ത്രി ഒക്കെ ഇതിൽ ഇടപെട്ട് പോകണം. അപ്പോൾ എന്തായാലും
എല്ലാവരും പ്രാർത്ഥനയിൽ ചെയ്യും.